നമ്മുടെ രണ്ടാമത്തെ മടാളും പൊട്ടി ഗൈസ്. ഇതിനു മുന്നേ നമ്മൾ മട്ടി വെട്ടാൻ പോയിട്ടൊരു മടാൾ പൊട്ടിയായിരുന്നു. അപ്പം അത്രയും വലിയൊരു നെയ്യപ്പോട് പറമ്പിലേക്ക് പോകുന്ന പ്രാന്തായിട്ടല്ല കേട്ടോ. പറമ്പിൽ കുറച്ച് ഇത്തിരി കുഞ്ഞന്മാരിപ്പുണ്ട് എന്നെ നോക്കിയിട്ട്. ഏറുമാടത്തിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഇവരെല്ലാം നമ്മുടെ ചുറ്റും വേണമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പറമ്പിലെ പക്ഷികൾക്കും പ്രാണികൾക്കും ജീവികൾക്കെല്ലാം ഞാനിപ്പോഴേ അന്നദാനം നടത്തുന്നത്. ഏറുമാടത്തിൻ്റെ പരിപാടി പകുതി പോലും ആയിട്ടില്ല കേട്ടോ. പതിവില്ലാണ്ട് പെയ്യുന്ന മഴയും പോരാതിന് എനിക്ക് ഈവനിങ് ടൈമിൽ മാത്രം കുറച്ച് നേരം ഫ്രീ ടൈം ഉള്ളൂ. ആ ഒരു ടൈമിൽ വേണം ഒറ്റയ്ക്ക് ഇരുന്ന് ഇതെല്ലാം ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഇച്ചിരി മെല്ലെ ടൈം എടുത്തിട്ടാണെങ്കിലും അടിപൊളിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏറുമാടത്തിനുള്ള തടികളെല്ലാം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ മടാളും പൊട്ടി ഗൈസ്. ഇതിനു മുന്നേ നമ്മൾ മട്ടി വെട്ടാൻ പോയിട്ടൊരു മടാൾ പൊട്ടിയായിരുന്നു. ഇപ്പോൾ ഇത് അടുത്ത മടാൾ പൊട്ടി. അപ്പം അമ്മനെ തെറി വെക്കുന്നുള്ള കൺഫേം ആയി. മറ്റേ ജസ്റ്റ് മിസ്സിനാണ് തെറി വെക്കാണ്ട് കഴിച്ചില്ലേ. അപ്പോൾ പഴയ മടാളാന്നും പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നാളെ പോയിട്ട് നൈസായിട്ടൊരു പുതിയ മടാൾ സെറ്റ് ആക്കണം. എന്നാലേ ഈ മരം വെട്ടാൻ പറ്റുള്ളൂ ഗൈസ്.